ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപകൾ നമ്മൾ അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾ എത്ര വലുതാണ്, നമ്മുടെ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ നന്മകളെ നാം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കും ദൈവം അവസരം നൽകിയല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയിൽ ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മെ നടത്തുന്ന വിശ്വസ്തതകൾ എത്ര വലുതാണ്. ആമേൻ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ അനുഗ്രഹീതമായ ദൈവിക സന്ദേശങ്ങളൊക്കെ കേൾപ്പാനിടയായി. സ്തോത്രം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് യൂത്ത് മീറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, എല്ലാം കൃത്യസമയത്ത് നടക്കേണ്ടത് കൊണ്ട് ഞാൻ അധികം സമയങ്ങൾ മുന്നിലെടുക്കുന്നില്ല. എങ്കിലും അല്ലെ, ഒരു വേദഭാഗത്തിൽ നിന്നുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ ചിന്തിച്ച് വേഗത്തിൽ ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. മതി. പ്രൈസ് ഗോഡ്. അവിടെ ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എ പ്രീഷ്യസ് കോർണർ സ്റ്റോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിലയേറിയ ഒരു മൂലക്കല്ല്. ഹല്ലേലൂയ. സ്തോത്രം. അതോടൊപ്പം തന്നെ അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ദിസ് പ്രീഷ്യസ് വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് പ്രീഷ്യസ് വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹീ ഈസ് പ്രീഷ്യസ്. യേശു എന്താണ്? വില. ആ ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ അതിൻ്റേതായ ആ ഒരു കൊടുത്തിരിക്കുന്നത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മാന്യതയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അല്ല 7-ാം വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത് therefore which believes he is precious. Who? Jesus is precious. Hallelujah. ഇന്ന് പകൽക്കാലം ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് വിലയേറിയവൻ. വിലയേറിയവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദമാണ്. യേശു ആരാണ്? വിലയേറിയവൻ എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വിലയേറിയത് എന്ന് പത്രോസ് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് പറയുന്നുണ്ട് വിലയേറിയ വിശ്വാസം എന്ന് പറയുന്നുണ്ട്, വിലയേറിയ പരിശോധന എന്ന് പറയുന്നുണ്ട്, വിലയേറിയ രക്ഷകൻ എന്ന് പറയുന്നുണ്ട്, വിലയേറിയ വാഗ്ദത്വം എന്ന് പറയുന്നുണ്ട്, യേശു വിലയേറിയ രക്ഷകൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പത്രോസ് ഏതാണ്ട് 7 പ്രാവശ്യം പ്രീഷ്യസ് എന്ന് പറയുന്ന പദം നമുക്ക് ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിനെ സംബന്ധിച്ചോളം പത്രോസ് എടുത്തു പറയുക, ഈ യേശു ആരാണ്? വിലയേറിയവനാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ ധൈര്യത്തോടെ പറയാൻ കഴിയും, വിലയില്ലാത്ത തന്നെ, മാന്യതയില്ലാത്ത തന്നെ മാന്യത ഉള്ളതാക്കി മാറ്റിയത്, വിലയുള്ളതാക്കി മാറ്റിയത് ഈ വിലയേറിയ യേശുവാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ പല മാന്യതകളും നമ്മൾ വിലയുള്ളതായി മാറിയത് വിലയേറിയ യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. ഇവിടെ അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഈ മറ്റൊന്നുമല്ല ചിന്തിക്കുന്ന ഒറ്റ കാര്യമാണ്, യേശു വിലയേറിയ രക്ഷകൻ എന്നാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു വിലയേറിയതായി മാറുന്നത് എപ്പോഴാണ്? വിലയേറിയത് പ്രീഷ്യസ് ആയി മാറുന്നത്? പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തിന് എക്സാമിൻ അബൌട്ട് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയോ ഒരു വസ്തുതയോ വിലയുള്ളതായി മാറുന്ന എപ്പോഴാണ്? ആ വ്യക്തി ഇല്ലെങ്കിൽ ആവശ്യത്തിൻ്റെ മുഖത്ത്. ഓക്കെ. പ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വാല്യുബിൾ, വിലയുള്ളത്, അല്ലേ? വിലയുള്ളത് മലയാളം. ഓക്കെ. അപ്പം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വിലയുള്ളതാകുന്നത് എപ്പോഴാ? അതിന് വിലയുള്ള നമ്മൾ കൊടുക്കുന്ന വില. ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇതൊരു സിമ്പിൾ പെന്നാണ്. നിങ്ങൾ കൊടുക്കുന്ന വിലയല്ല ഞാൻ ഇതിന് കൊടുക്കുന്നത്. ഇത് ചിലപ്പോൾ എനിക്ക് പ്രീഷ്യസ് ആയിരിക്കും. there may be a history behind it. മനസ്സിലാവുന്നുണ്ടോ? ഇതെനിക്ക് വിലയുള്ളതാണ്.
നിങ്ങൾക്കിത് സിമ്പിൾ ഒരു പെന്നായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വസ്തുവാണ് ഈ പെൻ. അതിൻ്റെ പിന്നിൽ എന്തോ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വസ്തുതയ്ക്ക് കൊടുക്കുന്ന വിലയാണ് അത് വിലയേറിയതായി മാറ്റുന്നത്. വ്യക്തി, നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വിലയാണ് ആ വ്യക്തിയെ വിലയുള്ളതാക്കി മാറ്റുന്നത്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒഴിച്ച ഏറ്റവും വിലയുള്ളതായി ഞാൻ കണക്കാക്കുന്നത്, നിങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക, ആരെയും ഇനി പാസ്റ്റർ പറയാൻ പോകുന്നതെന്ന് എല്ലാവരും ശ്വാസം പിടിച്ചിരിക്കുക. മറ്റാരും അല്ല, നിങ്ങൾ ചിന്തിച്ച ആൾ തന്നെ. അപ്പോൾ കാരണം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒഴിച്ച ഏറ്റവും, കാരണം ഞാൻ പറഞ്ഞിട്ട് എത്രമാത്രം ടൈം, ദ വാല്യൂ ആകുന്നത് ഹൗ മച്ച് ടൈം വി സ്പെൻഡ്, ഹൗ മച്ച് ലൈഫ്, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സമയം ഞാൻ വിനിയോഗിക്കുന്നു, എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനം, എൻ്റെ ജീവിതമാകത്തുകം എത്രമാത്രം ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെക്കുന്നോ ആ വ്യക്തിയായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കാം, ഏറ്റവും കൂടുതൽ സമയം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്ന അതാ നിങ്ങളുടെ ജീവിതത്തിൽ വാല്യൂ. ഭാര്യയോടൊപ്പം സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വാല്യുബിൾ വ്യക്തി എന്ന് പറയുന്നത് ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും. ഇനി മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിലയുള്ള സാധനം അതിന്. ഇത് ബാക്കി എല്ലാം ഇല്ലെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, ഇത് ബാക്കി എല്ലാം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. ഒരു യാത്ര പോകുമ്പം എന്ത് മറന്നാലും പോവും, മൊബൈൽ ഫോൺ മറന്നാലോ വണ്ടി തിരിച്ച് വിട്ട് ഇതെടുത്തുകൊണ്ടേ പോകത്തുള്ളൂ. കാരണം അത് വാല്യൂവാണ്, അത് വാല്യുബിളാണ്. അപ്പോൾ എത്രമാത്രം സമയം, എഫേർട്ട്, ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ആ വ്യക്തി വിലയുള്ളതായി മാറുന്നത്, അല്ലേ? സ്തോത്രം. അപ്പോൾ നാം ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാര്യ വിലയേറിയതാ, ഭർത്താവ് വിലയേറിയതാ, അപ്പൻ, മാതാവ്, പിതാവ് വിലയേറിയതാ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിലയേറിയതാ. പക്ഷേ അതിനേക്കാൾ വിലയേറിയതാ നമുക്ക് നിത്യജീവനെ നൽകി തന്ന യേശു. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, തൻ്റെ ജീവിതത്തിൽ താൻ ചിന്തിക്കുന്നതിനപ്പുറമായൊരു തലത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടുവന്നെങ്കിൽ, താൻ പത്രോസെ അഭിമാനിക്കാനുണ്ട്. ഒറ്റ പ്രസംഗത്തെ 3000 പേരെ രക്ഷയിലേക്ക് നയിച്ച അഭിമാനം പറയത്തക്കവണ്ണുള്ള വാക്ചാതുര്യം പത്രോസ് ലഭിച്ചു. പക്ഷേ തൻ്റെ ശുശ്രൂഷയെക്കാളുപരി, തൻ്റെ ജീവിതത്തെക്കാളുപരി, തൻ്റെ എല്ലാക്കാളുപരി പത്രോസ് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ വിലയേറിയതൊന്നുള്ളതെങ്കിൽ എൻ്റെ യേശുവാ. ഇന്ന് പകൽക്കാലം പറയാൻ കഴിയണം, വാട്ട് ഈസ് വാല്യുബിൾ ഇൻ യുവർ ലൈഫ്? നിൻ്റെ ജീവിതത്തിൽ വിലയേറിയത് എന്താ? പത്രോസ് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ വിലയേറിയ യേശു, വിലയേറിയ യേശു. ഞാൻ പറഞ്ഞത്, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിലയുള്ളതായി മാറുന്നത് ഹൗ മച്ച് ടൈം വി സ്പെൻഡ് വിത്ത് ദാറ്റ് പേഴ്സൺ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വിലയുള്ളതാണോ? ഇഫ് സോ, ഹൗ മെനി ടൈം യു സ്പെൻഡ് വിത്ത് ഹിം? ഹൗ മച്ച് ടൈം യു സ്പെൻഡ് വിത്ത് ജീസസ്? യേശുവിനോടൊപ്പം എത്ര നേരം നമ്മൾ ചെലവഴിക്കുന്നു? എനിക്ക് ഇഷ്ടമുള്ള ഒരു ലെറ്റർ വായിക്കാൻ നമുക്കിഷ്ടം, അല്ലേ? ഇപ്പം ലെറ്റർ ഇല്ല. ബാക്ക് ഇൻ ഓൾഡ് ഏജ് ഗൾഫിലൊക്കെ ആയിരുന്നവരുണ്ടോ? സ്തോത്രം, അല്ലേ? നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ചെറുപ്പക്കാരുടെ കാര്യമൊന്നുമല്ല പറയുന്നത്, ഞങ്ങളുടെ ആ പ്രായമുള്ള ഗൾഫിൽ നിന്ന് ഒരു ലെറ്റർ വരാൻ ഒരാഴ്ച എടുക്കും. സഹോദരിമാരെ, പഴയ സഹോദരിമാരെ, അല്ലേ? സ്തോത്രം. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ആ ലെറ്റർ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒക്കെ ഒരു ലെറ്റർ വരുമ്പോൾ അത് വായിക്കാനുണ്ടാകുന്നൊരു സന്തോഷം ഞാൻ അനുഭവിച്ചോളാം. അവൾ സിംഗപ്പൂരിലായിരുന്നു. അവിടെ നിന്ന് ലെറ്റർ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. എന്നാൽ ഇനി ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നോക്കുക ലെറ്റർ ഉണ്ടോ എന്ന്. കാരണം ഇന്നത്തെ പോലെ മൊബൈലും വീഡിയോ കോളും ഒന്നും ഇല്ലല്ലോ. അപ്പം അതിൻ്റെ ആഗ്രഹം, ബിക്കോസ് ആ വിലയാണ്. അങ്ങനെയെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വാല്യുബിൾ ആണോ? ഇഫ് സോ, ഹൗ മച്ച് ടൈം സ്പെൻഡ് വിത്ത് ഹിം? എത്ര നേരം യേശുവിനോടൊപ്പം ചെലവഴിക്കുന്നുണ്ട്? ഒരു ദിവസം എത്ര നേരം യേശുവിനോടൊപ്പം നിങ്ങൾ ചെലവഴിക്കുന്നു? യേശു നിങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയവനാണെങ്കിൽ സ്പെൻഡ് ദ ടൈം വിത്ത്, കമ്മ്യൂണിക്കേറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരോടാ? നാം ശ്രേഷ്ഠമെന്ന് കരുതുന്നവരോടാ, അല്ലേ? അത് സുഹൃത്തുക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും ആരാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ
ആ ഒരു ബന്ധമുള്ളത് അവരുടെ ഒരിക്കലായിരിക്കും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ യേശു വാല്യുബിൾ ആണെങ്കിൽ എത്രമാത്രം സമയം നാം ചെലവഴിക്കണം? എന്തുകൊണ്ടാണ് യേശു വിലയേറിയതായി അത് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. ഞാൻ ഈ ചിന്തയും നിങ്ങളുടെ മുന്നിൽ ഇടുന്നുള്ളൂ. ഇഫ് ജീസസ് ഈസ് വാല്യുബിൾ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ യേശു വിലയേറിയവനാണോ? ആണോ? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്വയമായി എന്ന് പരിശോധിക്കുക, എൻ്റെ ജീവിതത്തിൽ യേശു വിലയുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ എനിക്ക് എത്ര സമയം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്? ചുമ്മാതെ കൈ പൊക്കരുത്, ചുമ്മാതെ യെസ് പറയരുത്. സ്വയം പരിശോധിക്കണം. ഇന്ന് പകൽക്കാലം വാസ്തവത്തിൽ ഞാൻ ഇറങ്ങിത്തിരിച്ചു, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, സഭയിൽ കൂടുന്നു, ആരാധിക്കുന്നു, പക്ഷേ എത്ര സമയം ഞാൻ യേശുവിനോടൊപ്പം ചെലവഴിക്കുന്നുണ്ട്? ഒരാഴ്ച ലഭിച്ചാൽ, ഒരു ദിവസം ലഭിച്ചാൽ, ഹൗ മച്ച് ടൈം യു സ്പെൻഡ് വിത്ത് ജീസസ്? അതാണ് ഒരുവനെ വാല്യുബിൾ ആക്കുന്നത്, വിലയുള്ളതാക്കി മാറ്റുന്നത്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വിലയുള്ളതാണെങ്കിൽ ഹൗ മച്ച് ടൈം യു സ്പെൻഡ് വിത്ത് ജീസസ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എൻ്റെ ഭാര്യയോട് ഒരുമിച്ചാണ്, മറ്റാരെക്കാളും. ബിക്കോസ് ഐ ഗീവ് ദാറ്റ് വാല്യൂ ടു മൈ വൈഫ്. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആ വില കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഒന്ന് ദ ടൈം വിച്ച് യു സ്പെൻഡ്. നമ്പർ 2 ദ ലവ് വിച്ച് യു ഗീവ്. നീ കൊടുക്കുന്ന സ്നേഹം. നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഞാൻ അതിലേക്ക് വരാം. എന്തുകൊണ്ടാണ് യേശു വിലയേറിയതായി മാറുന്നത്? നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് ബ്ലെസ്സിങ്സ്, നോട്ട് ബിക്കോസ് വാട്ട് യു ആർ റിസീവ്ഡ് ഫ്രം ജീസസ്. മോർ ദാൻ ദാറ്റ്, അതിനേക്കാൾ ഉപരിയായി യേശു നിനക്ക് വേണ്ടി നൽകിയത് ഓർത്ത്. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് വൈ ജീസസ് ഈസ് പ്രീഷ്യസ്. എന്തുകൊണ്ടാണ് യേശു വിലയേറിയവനായത്? 4 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം, സമയം മുന്നിലില്ല. ഒന്നാമത്തെ കാര്യം, ബിക്കോസ് ഹി ലവ്സ് us. ഒന്നാമത്തെ കാര്യം എന്താ? അവൻ നമ്മെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യും? വില കൊടുക്കും. കൊടുക്കില്ലേ? കൊടുക്കത്തില്ല. നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വില കൊടുക്കും. ഒന്നാമത്തെ കാര്യം, ജീസസ് ഈസ് precious because he loves us. യോഹന്നാൻ 15-ാം അധ്യായം 13-ാം വാക്യം വായിച്ചേ. മതി. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹം അത്ര വലിയ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിത്യ സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചു. സോ ദ റീസൺ നമ്പർ 1, ബിക്കോസ് ഹി ലവ്സ് us. നമ്മെ സ്നേഹിച്ച ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് നൽകിയ സ്നേഹം, ഇതാണ് ക്രിസ്തുവിനെ നമുക്ക് വാല്യൂ അല്ലെങ്കിൽ ക്രിസ്തു വിലയുള്ളതായി മാറുന്നത്. ഈ സ്നേഹം നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും യേശുവിനോടൊരു സ്നേഹം ഉണ്ടാകണം. അതാണ് പത്രോസിനെ പറയാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, കഷ്ടതകൾ വന്നെന്നിരിക്കും, പ്രയാസങ്ങൾ വന്നെന്നിരിക്കും, എന്നാൽ ഒന്നിനും നമ്മെ എവിടെ നിന്ന് മാറ്റാൻ കഴിയരുത്? ദൈവസ്നേഹത്തെ. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നവർ. ഓക്കെ, ശ്രദ്ധിക്കണം, നിർത്തട്ടെ. നമ്മൾ ക്രിസ്തുവിനൊരു വില കൊടുക്കുന്നെങ്കിൽ, ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ, ഈ സ്നേഹത്തിൽ നിന്നും നാം പുറകോട്ട് പോകരുത്. ഞാൻ വില കൊടുക്കുന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കും. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വില കൊടുക്കുന്നെങ്കിൽ എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കും. നീ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ, യേശുവിനെ നീ ഒരു വില കൊടുക്കുന്നെങ്കിൽ, ഒന്നാമത്തെ കാര്യം യേശുവിനെ നാം സ്നേഹിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്താ? ഇവയ്ക്ക് താഴോട്ട് പറയാം. ഇവയ്ക്കോ ആ ആ ആ ആ ആ ആ ആ ആ ആ കഴിയത്തില്ല. ആർക്കത് പറയാൻ പറ്റുന്നേ? കർത്താവിന് വില കൊടുക്കുന്നവന്. എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. കർത്താവിന് അവൻ നിന്റെ ജീവിതത്തിൽ പ്രഷ്യസ് ആണെങ്കിൽ, വിലയുള്ളവനാണെങ്കിൽ, ഈ വാക്യം നമുക്ക് പറയാൻ പറ്റും. ചുമ്മാ വാക്യം വായിച്ചു വിടരുത്. ഹല്ലേലൂയ.
അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഇവയ്ക്കൊന്നിനും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ല. ബിക്കോസ് ഐ ലവ് ഹിം, ഹി ഈസ് പ്രഷ്യസ് ടു മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ അവൻ വിലയേറിയവനാണ്. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. റീസൺ നമ്പർ 2, ബിക്കോസ് ഹി കെയർസ്. നമ്മെ കരുതുന്ന ഒരു ദൈവം, കരുതുന്നവരെ വില കൊടുക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 5:7 പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഹല്ലേലൂയ. അപ്പോൾ മതി. റീസൺ നമ്പർ 2, ബിക്കോസ് ഹി കെയർസ്. ദാറ്റ്സ് വൈ ഹി ഈസ് വാല്യുബിൾ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ യേശു വിലയുള്ളതായി മാറുന്നത് അവൻ്റെ കരുതലാണ്. 1, അവൻ്റെ സ്നേഹം. 2, അവൻ്റെ കരുതൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മെ കരുതുന്ന ഒരു സ്നേഹം. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ ഒരു മാതാവ് കരുതുവാനുള്ള കാരണം ആ കുഞ്ഞിന് കൊടുക്കുന്ന വിലയാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്. കാരണം അവൻ നമുക്ക് വിലയേറിയവനാണ്. അതുപോലെ തന്നെ മറു സൈഡും കൂടെ പറയാം. നമുക്ക് യേശു വിലയേറിയവനാണെങ്കിൽ നമ്മൾ യേശുവിനും വിലയേറിയവനാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചും പറയണം, നമ്മൾ യേശുവിനെ വിലയേറിയവൻ. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് എൻ്റെ ഭാര്യ വിലയേറിയവളാണെങ്കിൽ ഹല്ലേലൂയ, അവളുടെ ജീവിതത്തിൽ ഞാനും വിലയേറിയവനായിരിക്കും. അങ്ങനെയെങ്കിൽ യേശുവിന് നിങ്ങൾക്ക് യേശു വിലയേറിയവനാണെങ്കിൽ നിങ്ങൾ യേശുവിനും ആരാണ്? വിലയേറിയവനാണ്. വിലയേറിയത് കൊണ്ട് അവൻ നമ്മെ കരുതുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകെ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ആരും കരുതുന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആരും നിനക്ക് വേണ്ടി കരുതുന്നില്ല എന്ന് പറയുമ്പോഴും നിന്നെ കരുതുന്ന ഒരു വിലയേറിയ കർത്താവ് നമുക്കുണ്ട്. അവൻ കരുതുന്നവനാണ്. വേഗത്തിൽ പോകട്ടെ, സമയമില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവൻ്റെ കരുതൽ എത്ര വലുതാണെന്നറിയാമോ? ഈ 147 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ശ്രദ്ധിച്ച് നോക്കിയേ. മൃഗങ്ങൾക്കും കരയുന്ന ഈ ആരെങ്കിലും കാക്കയെ എടുത്ത് നല്ല പക്ഷിയാ എന്ന് പറഞ്ഞ് ഓമനിക്കാറുണ്ടോ? കാക്കയെ കണ്ടാൽ എന്ത് ചെയ്യും? ആട്ടി ഓടിക്കും, അല്ലേ? ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു ജീവിയാണ് കാക്ക. കാരണം മറ്റൊന്നുമല്ല, അത് വൃത്തികേടിലേ ജീവിക്കത്തുള്ളൂ. വൃത്തികെട്ട നിലയിലാണ് അത് ജീവിക്കുന്നത്. അതിന് ആരെങ്കിലും കാക്കയെടുത്ത് നമ്മുടെ തത്തയെ വീട്ടിൽ വളർത്തുന്ന പോലെ നല്ലയാ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിനകത്തിട്ട് ഓമനിക്കുമോ? ഇല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അത്രയും മനുഷ്യൻ നികൃഷ്ടമായി കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ലീസ്റ്റായി, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ലീസ്റ്റ് ആയിട്ടുള്ളതായ ഒരു കാക്കയെ പോലും എൻ്റെ യേശു കരുതുന്നെങ്കിൽ, അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതേ, നമ്മുടെ ദൃഷ്ടിയിൽ ലീസ്റ്റ് ആയിട്ടുള്ള കൊള്ളരുതാത്തത് മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ കുറിച്ച് കരുതലുള്ള ദൈവമാണെങ്കിൽ, അല്ലെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ യേശു എത്രയധികം കരുതും. ഹല്ലേലൂയ. അവൻ്റെ കരുതൽ വലുതാണ്. റീസൺ നമ്പർ 2, ബിക്കോസ് ഹി കെയർസ്. നമ്പർ 3, ബിക്കോസ് ഹി അണ്ടർസ്റ്റാൻഡ് അവർ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് അറിവുള്ള, നീഡ്സ് ആൻഡ് ഇമോഷൻ, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനാണ് നമ്മുടെ യേശു. ദാറ്റ്സ് വൈ ഹി ഈസ് വാല്യുബിൾ, ഹി ഈസ് പ്രീഷ്യസ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വേഗത്തിൽ നിന്ന് വായിച്ചേ. മതി. നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അവസ്ഥകളോട് സഹതാപം എന്നും ഒരു ദിവസത്തേക്കുള്ള സഹതാപമല്ല, 2 ദിവസത്തേക്കുള്ള സഹതാപമല്ല. ജീവിതത്തിൽ നീ കടന്നു പോകുന്ന വേദനയുടെ അനുഭവത്തിൽ, നിന്റെ പ്രയാസത്തിൽ, ഹല്ലേലൂയ, നിന്റെ ദുഃഖത്തിൽ നിന്നോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു യേശു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ വേർപാട് വരട്ടെ, ദുഃഖം വരട്ടെ, പ്രയാസം വരട്ടെ, ഒത്തിരി പേര് ഹല്ലേലൂയ മരണത്തിൻ്റെ അന്ന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ദിവസം സമൂഹത്തിലുള്ള സമൂഹ പ്രവർത്തകരും നാട്ടുകാരും ഹല്ലേലൂയ ദേശത്തുള്ള എല്ലാവരും വന്ന് പറയുന്നൊരു വാക്യമുണ്ട്, വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ, അമ്മാച്ചമ്മ എന്ന് പറയും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ മക്കളെ, കൊച്ചമ്മ എന്ന് പറയും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നേ, അല്ലേ? എല്ലാവരും വന്ന് പറയും, നമുക്കൊരു വേർപാട് വരട്ടെ, എല്ലാവരും വന്ന് പറയും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നേ. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് ഇവരെ ആരുടെ പൊടി പോലും കാണത്തില്ല, അല്ലേ? ഉള്ളതല്ലേ?
സ്തോത്രം. ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പോകട്ടെ, ലോകത്തുമാരുടെ ഭാര്യ മരിക്കട്ടെ, ഭർത്താവ് മരിക്കട്ടെ, ഉടനെ സ്തോത്രം കൊച്ചമ്മയും അമ്മാച്ചനും അച്ചമ്മയും എല്ലാവരും വന്ന് ഇവിടെ പറയും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വിഷമിക്കേണ്ട. പക്ഷേ 10 ദിവസം കഴിഞ്ഞവരെ ആരും കാണത്തില്ല. എന്നാൽ സ്തോത്രം എന്നും നിന്നോട് നിൻ്റെ അവസ്ഥയോട് സഹതാപം കാണിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. ചിന്തിച്ച് നോക്കിയേ, ജീവിതത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ വേദനയിൽ കൂടി കടന്നു പോയപ്പോൾ, പ്രയാസത്തിൽ കൂടി കടന്നു പോയപ്പോൾ നിന്നോട് കൂടിയിരിക്കാമെന്ന് പറഞ്ഞ് എത്ര പേര് നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ നിന്നോട് കൂടിയിരിക്കാമെന്ന് പറഞ്ഞ് യേശു ഇന്നും മാറിയിട്ടില്ല. That's why he is precious. അതുകൊണ്ടാണ് യേശു വിലയേറിയവനായിരിക്കുന്നത്. ഹല്ലേലൂയ. നാളെ ആയാലും ഓർത്തോണം, ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ഹല്ലേലൂയ, നിൻ്റെ അവസ്ഥയെ, നിൻ്റെ യഥാർത്ഥ അവസ്ഥയെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിൻ്റെ സ്വന്തം ഭാര്യയ്ക്കോ ഭർത്താവിനോ കൂടപ്പുറപ്പിനോ കഴിയാതിരിക്കുമ്പോഴും നിൻ്റെ യഥാർത്ഥമായ വേദന, നിൻ്റെ നൊമ്പരത്തെ അതുപോലെ അറിയാൻ കഴിയുന്ന, അതിനോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ, അവൻ നമ്മുടെ യേശുവ. That's why he is precious. അതുകൊണ്ടാണ് യേശു വിലയേറിയവനായിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവൻ, നമ്മുടെ ഇമോഷൻസ് അറിയുന്നവൻ, നമ്മുടെ അവസ്ഥകൾ അറിയുന്നവൻ. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം, ബിക്കോസ് ഹി ഈസ് ഓൾവേസ് നിയർ ടു അസ് ഹെൽപ്പ്. നമ്മെ സഹായിപ്പാൻ നമ്മുടെ അരികിലുണ്ട് എല്ലായ്പ്പോഴും. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മൾ വായിച്ച സങ്കീർത്തനം പറഞ്ഞു, അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടങ്ങളിൽ. അല്ലേ, സ്തോത്രം. ഹി ഈസ് ഓൾവേസ് നിയർ ടു അസ്. ദാറ്റ്സ് വൈ ഹി ഈസ് പ്രഷ്യസ്. ഒന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ യേശു വിലയേറിയായിരിക്കുന്നത്, അവൻ നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ വിവരിച്ച് മുന്നോട്ട് പോകുന്നില്ല. യേശു ഏറ്റവും അടുത്ത തുണയാണ്. യേശു ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടങ്ങൾ, കഴിഞ്ഞ ആളുകളെ ചിന്തിച്ച് നോക്കിയേ, കഷ്ടതയുടെ അവസ്ഥകളിൽ കൂടി പോയപ്പോൾ, പ്രയാസത്തിൻ്റെ അവസ്ഥകളിൽ കൂടി കടന്നു പോയപ്പോൾ, പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നിന്നോട്ടിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ യേശു വിലയേറിയവനാണ്. അവസാനത്തെ കാര്യം കൂടി പറയാം, അല്ല, ബിക്കോസ് ഹി പെയ്ഡ് ദ പ്രൈസ് ടു സേവ് അസ്. നമ്മെ രക്ഷിക്കാൻ വില കൊടുത്തവനാണ് യേശു. ദാറ്റ്സ് വൈ ഹി ഈസ് പ്രഷ്യസ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ലോകത്തിലെ ഒന്നിനും നിന്നെ വിലയ്ക്ക് വാങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ, നിന്നെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, യേശു വില കൊടുത്ത് നമ്മെ രക്ഷിച്ചെങ്കിൽ അതുകൊണ്ടാണ് യേശു പ്രഷ്യസ് ആയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ.